Hello friends, welcome to our channel Nathon Tips and Stitching. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ്, ഒരു എഗ് കട്ട്ലേറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എഗ്ഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മൾ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങാണ്. 4 സബോള എടുത്തിട്ടുണ്ട്. സബോള ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കതിര് വേപ്പില, പിന്നെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായി ഒന്ന് കറി വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ എഗ്ഗ് കട്ട്ലേറ്റിനുള്ള മുട്ട കൊത്തി പൊരിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇടാം. ഉപ്പിനനുസരിച്ച് ഒരു തുള്ളി നമ്മുടെ വെറുതെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മുട്ട നന്നായി ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായി കൊത്തി പൊരിച്ച് കിട്ടും. വലിയ വലിയ കട്ടയാവാണ്ട് ചെറുതായി കൊത്തി പൊരിച്ച് കിട്ടും, വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട കൊത്തി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വാട്ടാം. ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ സബോള വാടാനുള്ള ഓയിൽ ഞാൻ സബോളയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടാം. അതുപോലെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇടാം. പച്ചമുളക് ഒരു 3 പച്ചമുളക് ഉള്ളോട്ടാം. പിന്നെ നമ്മുടെ മല്ലിയില ഇടാം. പിന്നെ അത് വാടി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. ഇപ്പോൾ ഇടണ്ട. നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നന്നായി വാടി നല്ലൊരു മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ എഗ്ഗ് പൊരിച്ച് വെച്ച നമ്മുടെ എഗ്ഗ് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് നമ്മുടെ കിഴങ്ങ് ഇടാം. ഇത് ഞങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്ത് നോക്കും. നിങ്ങളപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാൻ കേട്ടിട്ടില്ല എഗ്ഗ് കട്ട്ലേറ്റിന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ, കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. നല്ല മണം ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ കിഴങ്ങ് ഇടാതിരിക്കും. നമ്മൾ ഉടച്ച് വെച്ച കിഴങ്ങാണ്, അതായിരിക്കില്ല. ഈ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. നമ്മുടെ എഗ്ഗ് കട്ട്ലേറ്റിൻ്റെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയിടാം. അതിന് വേണ്ടി ഇതേ നമ്മച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 എഗ്ഗ് പൊട്ടിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്, അതിലേക്ക് ഇടാം.
അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരുവിധം മൊരിച്ചില്ല, അതിൻ്റെ ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇടാം. കട്ട്ലേറ്റ് എഗ് കട്ട്ലേറ്റ് മൊരിച്ചില്ല, അതിൻ്റെ നമുക്ക് കോരി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയിടാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കട്ട്ലേറ്റ് ഇവിടെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല കട്ട്ലേറ്റ്. അങ്ങനെ നമ്മുടെ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള വെറൈറ്റി എഗ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നവരേക്കും ബൈ.